ഗുഡ് മോർണിംഗ്. ഇന്ന് ആക്ച്വലി ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നോർമൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നോർമൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് ആക്ച്വലി ചെയ്യാനായിട്ട്. ഇന്ന് എനിക്ക് ഓഫാണ്, അപ്പം കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു ലോങ് വീഡിയോ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. രാവിലത്തെ ബ്രഷിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫേസ് ഒന്ന് ക്ലിയർ ആക്കിയിട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ നിയാസിനമൈഡ് വിറ്റാമിൻ B3 ആണ്. എനിക്കിത് ഉപയോഗിച്ചത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ കുറച്ച് ബ്ലാക്ക് മാർക്സും പിന്നെ കുറച്ച് സ്കിൻ ബ്രൈറ്റൻ ആയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്. പറയുമ്പോൾ ഇത് നട്ടുച്ചയൊന്നും അല്ല കേട്ടോ, ഇത് രാവിലെ 8-8:30 സമയമാണ്. പക്ഷെ നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു. 2 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, നല്ല കാറ്റുണ്ട്. എനിക്കും അമ്മയ്ക്കുള്ളൊരു ശീലമാണ് എപ്പോഴും ഈ ചെടികളെ പോയി ഒന്ന് നോക്കല്. രാവിലെ എണീറ്റ് വന്ന ചെടി നനയ്ക്കലും ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരൊക്കെ എന്ത് പറയണോ എന്ന് അന്വേഷിക്കലും എനിക്കും അമ്മയ്ക്കുള്ളൊരു ശീലം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കരിവേപ്പിലയൊക്കെ നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് കുറേ ചെടികളുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. കുറേയൊക്കെ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് മാറ്റിയിട്ടുണ്ട് പറ്റുന്നതെല്ലാം. പിന്നെ ഇത് നമ്മുടെ പച്ചമുളകാണ്, വെള്ള കളറാണ്, പക്ഷെ നമ്മുടെ നോർമൽ മുളക് തന്നെയാണ്, കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് തുളസിയുണ്ട്, കൃഷ്ണതുളസിയുണ്ട്, വെറ്റിലയുണ്ട്, വാഴയുണ്ട്, വഴുതനങ്ങയുണ്ട്. അങ്ങനെ കുറച്ചധികം പച്ചക്കറികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തുളസിത്തറ. പക്ഷേ തുളസിത്തറയിൽ തുളസി മാത്രം ഇത്തിരി ഒന്ന് ശോഷിച്ചു പോയിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല, അത് എന്ത് വന്നാലും അത് അങ്ങനെ മര്യാദയ്ക്ക് അത് പിടിക്കണില്ല. പിന്നെ അമ്മ ദേ രാമായണം വായിക്കാനായിട്ട് തുടങ്ങി. കർക്കിടക മാസമല്ലേ, അപ്പോൾ രാമായണം വായിച്ചു തുടങ്ങിയിട്ടുണ്ട് അമ്മ. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് അത് തന്നെ അമര സമുദയമനില തനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയോടു പവനസുത സുഖഗതി മുടക്കുവാൻ. അമ്മയുടെ രാമായണം വായന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. നല്ല ദോശയും ചട്നിയും ഉള്ളിസാമ്പാറും ചായയും പപ്പടവും ഉണ്ടായിരുന്നു. ഈ പപ്പടം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു ശീലമാണ്. എനിക്കിങ്ങനെ ജേണൽസ് എഴുതുന്നൊരു ശീലമുണ്ട്. അതായത് നമുക്ക് നടക്കാനുള്ള ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ വാങ്ങിക്കാനുള്ള സാധനങ്ങൾ, വിഷ് ലിസ്റ്റ്, ബക്കറ്റ് ലിസ്റ്റൊക്കെ എഴുതി വയ്ക്കും. എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം ഇങ്ങനെ ഹൈലൈറ്റർ വെച്ചിട്ടൊക്കെ ഞാൻ മാർക്കൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ നടക്കാനുള്ള ആഗ്രഹങ്ങളെല്ലാം ഞാൻ നടന്ന പോലെ ആണ് എഴുതുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്ക് പോലെയാണ് എഴുതുക. കാരണം എനിക്ക് ഈ യൂണിവേഴ്സൽ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ നടത്തിയെടുത്തിട്ടുണ്ട്, ഇങ്ങനെ എഴുതി വെച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ബുക്ക് വായിച്ചു. ബുക്ക് വായിക്കുന്ന ശീലവും ഇപ്പോൾ തുടങ്ങിയേക്കണതാണ്, എനിക്ക് ഇത്ര നാളായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കിഗായിയുടെ ജപ്പാനീസ് സീക്രട്ട് ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്, അതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ബുക്ക് കഴിയാറായി വായിച്ചിട്ട്. അമ്മ കുറച്ച് നേരമായി എണ്ണ തേക്കാൻ പറഞ്ഞിട്ട് പിന്നാലെ നടക്കണം കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ അമ്മയാണ് ഈ വക പരിപാടികളെല്ലാം നോക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ ആസ്വദിച്ച് തേച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ തേച്ച് കുളി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, വൈകിട്ടൊന്ന് പുറത്ത് പോകണം. അപ്പോൾ ഈ സൺഡേ എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര നമുക്ക് ലേസി ഡേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകി എണീക്കുക, വൈകി കുളിക്കുക, ഉച്ചയ്ക്ക് എണീക്കുക, ആ ഒരു ഏർപ്പാടാണ്. ബാക്കി എല്ലാ ദിവസങ്ങളാണെങ്കിൽ നേരത്തെ എണീറ്റ് പരിപാടികളെല്ലാം ആദ്യമേ കഴിയും, രാവിലെ ചെയ്യേണ്ടതൊക്കെ രാവിലെ കഴിയും. ഈ സൺഡേ എപ്പോഴും അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പയറും കായും മെഴുക്കുവരട്ടി ഉണ്ട്, പപ്പടം അറിയാമല്ലോ, മസ്റ്റായിരിക്കും. അപ്പോൾ അതെല്ലാം കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബാസ്കിൻ റോബിൻസിൽ നിന്ന് 2 ഐസ്ക്രീമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു അപ്പോഴേക്കും. അത് എനിക്ക് അമ്മയ്ക്കും കൂടിയിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പം അമ്മ പറഞ്ഞു നീ എനിക്കും കൂടെ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അമ്മ കർക്കിടകമായ കാരണം ചിക്കനൊക്കെ ഈ മാസം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി ഐസ്ക്രീം ഓർഡർ ചെയ്യാൻ പറഞ്ഞു. സാധാരണ തണുത്തതും ഈ ഷുഗറുള്ള ഇതൊന്നും കഴിക്കില്ല, ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ അതൊന്നും കഴിക്കില്ല. അപ്പോൾ 2 എനിക്കും അമ്മയ്ക്കും കൂടെ ഓർഡർ ചെയ്തു. ഞാനെന്തോ വാനില അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. അമ്മയ്ക്ക് ഗോൾഡൻ ഫെററോ എന്നുള്ളൊരു ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഉറങ്ങാനായിട്ട് പോയി.
ഉച്ചയ്ക്കൽ തുറക്കം കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ അമ്പലത്തിൽ പോയിട്ടോ. കാരണം നമ്മൾ ഇത്തവണ വന്നിട്ട് അമ്പലത്തിൽ പോയിട്ടില്ല, അമ്പലത്തിൽ പോയി തൊഴുതിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുടൽമാണിക്യം ക്ഷേത്രം. അമ്പലത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടാൻ പോസ്റ്റ് ചെയ്യാം. അമ്പലത്തിലായിട്ടുള്ളത് തൊഴുത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. സന്ധ്യയായി, നല്ല സന്ധ്യയായി. ഭയങ്കര സൈലൻസാണ് ഇവിടെ, നല്ല ഭംഗി. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ. വേഗം തൊഴുതിറങ്ങി, കാരണം നമുക്ക് 1, 2, 3 അമ്പലത്തിൽ കൂടി പോകാനുണ്ടായിരുന്നു. ഇതിപ്പോൾ കർക്കിടക മാസം ആയ കാരണമാണ് ഇങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ ഇതൊക്കെ കാണുന്നത്. പക്ഷേ ശരിക്കും ഇങ്ങനെയല്ല അമ്പലം. കുറച്ചും കൂടി ആ സൈഡിലുള്ള ആ ഷെഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. സന്ധ്യ സമയത്ത് ഒരു ഭംഗിയും രാവിലെ വെളുപ്പിന് വേറൊരു ഭംഗിയാണ്, സൂര്യപ്രകാശത്തിൽ വേറൊരു ഭംഗിയാണ്. ഇത് നമ്മുടെ വേറൊരു ക്ഷേത്രമാണ്, കണ്ടേശ്വരി അമ്പലമാണ്. നമ്മുടെ കുടൽമാണിക്യം അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു ക്ഷേത്രമാണ്. പടിഞ്ഞാറേ നടയാണ്. നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടിയാണ് ഇന്ന് കയറിയത്. അത് ബാക്ക് സൈഡിൽ കൂടിയാണ്. ബാക്ക് സൈഡിലുള്ള ഒരു ശിവക്ഷേത്രമാണത്. പിന്നെ ഇന്ന് തിങ്കളാഴ്ചയും കൂടി അല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടി ഒന്ന് പോയി. വൈകിട്ട് വന്നിട്ട് അച്ഛൻ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പവും പിന്നെ നല്ലൊരു ചായയും കുടിച്ചു കേട്ടോ. കാരണം ചായ എത്ര ലേറ്റായാലും ഞാൻ ചായ കുടിക്കും. അപ്പോൾ ചായ ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റ് പോകണ്ടേ എന്ന് അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക കേട്ടോ. ഞാൻ നാളെ രാവിലെ എണീറ്റ് പോകണം. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കുറച്ച് പലചരക്കും സാധനങ്ങളും മേടിക്കാനായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു കേട്ടോ രാത്രി. പിന്നെ ഇന്നലെ ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവന്ന പനീറും ഫ്രൈഡ് റൈസായിട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.